ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു ഉണക്കച്ചെമ്മീൻ്റെ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതായത് കൊഞ്ച്, ചെറിയ കൊഞ്ചുണ്ടല്ലോ, അതാണേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. പക്ഷേ ഇതിൽ മണ്ണും ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടിയിൽ എന്തെങ്കിലും ഒന്നിട്ട് നന്നായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് വറുത്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വേഗം കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാമേ. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്ക് ചമ്മന്തിക്കായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ, കുറച്ച് മതി, കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു 5-6 കഷ്ണം ചെറിയ ഉള്ളി, കുറച്ച് കാന്താരി മുളക്, പിന്നെ ഒരു ഇച്ചിരി പുളി എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാമേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണേ. കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുമേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മതി കേട്ടോ, ഇത്രയും മതി. ഞാനിവിടെ തേങ്ങ കുറച്ചാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഞാനൊന്ന് ആദ്യം ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കാൻ. ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ആ ചെമ്മീനൊന്ന് കടിക്കാൻ കിട്ടണം, നന്നായിട്ടങ്ങ് അരഞ്ഞ് ചേരരുത്. ഇതേ നല്ല അടിപൊളി ചെമ്മീൻ, ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണേ. ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റ, ബൈ ബൈ, സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.